അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ അധികം സങ്കടകരമായ ഒരവസ്ഥയാണ് സോഷ്യൽ മീഡിയയിലൂടെ നാം കേൾക്കുന്നതും കാണുന്നതുമായ ഇസ്ലാമിനെ ബാധിക്കുന്ന, മുസ്ലിം ലോകത്തെ ബാധിക്കുന്ന സംഭവ വികാസങ്ങൾ. കേരളക്കരയിൽ ഒരൽപ്പം അഭിമാനത്തോടുകൂടെ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശം ഇന്ത്യയിൽ കേരളക്കരയാണ്. കേരളത്തിൻ്റെ അത്രയും വ്യവസ്ഥാപിതമായ രീതിയിൽ ഇസ്ലാം മതത്തെ പഠിപ്പിക്കുകയോ ഇസ്ലാം മതത്തിൻ്റെ ആചാര അനുഷ്ഠാന കർമാദികൾ യഥാർത്ഥമായ കോലത്തിലും രൂപത്തിലും അതിൻ്റെ തനതായ കോലത്തിലും നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടാവുന്ന ഒരു രാജ്യം തന്നെ നമ്മുടെ കേരളമാണ്. തമിഴ്നാട്ടിലേക്ക് മാറിയാലോ മറ്റ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാലോ നാം കാണുന്ന രീതികളല്ല ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപവും കോലവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതെല്ലാം അതിൻ്റെ തനതായ കോലത്തിൽ കാണണമെങ്കിൽ ഇന്ന് കേരളത്തിൽ തന്നെ വരണം, കേരളത്തിൽ നിന്ന് കണ്ടുപഠിക്കണം. അതാണ് അവസ്ഥ. ഇത് എല്ലാവരും സമ്മതിക്കപ്പെടുന്ന കാര്യവുമാണ്. എന്നാൽ ആ ഇസ്ലാമിൻ്റെ തനതായ കോലം, യഥാർത്ഥമായ രീതി നിലനിന്നിരുന്ന ഈ രാജ്യം വളരെയധികം ഇസ്ലാമിക പ്രവർത്തനത്തിൽ, മതപരമായ പ്രവർത്തനത്തിൽ വളരെ മുന്നിൽ എത്തിയ ഒരു രാജ്യവും കൂടിയാണ്. കാരണം വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസ രീതി, മതവിദ്യാഭ്യാസമാണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാം അതിൻ്റെ സിസ്റ്റമാറ്റിക്കിലൂടെ, ഒരു വ്യവസ്ഥാപിതമായ കാഴ്ചപ്പാടിലൂടെ ഈ സമുദായത്തിന് നേടിയെടുക്കാൻ ഈ സമുദായത്തിന് ഇതുവരെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ ഈ സമുദായം പിന്നിൽ ആയിരുന്നു എന്നത് വളരെ വസ്തുതയാണ്. അക്ഷരം ശരിക്ക് ചൊവ്വേ നേരെ സംസാരിക്കാൻ പോലും ഈ സമുദായത്തിന് അറിയില്ലാത്ത ഒരു പ്രദേശം കൂടി നമ്മുടെ കേരളമായിരുന്നു. എന്നാൽ മുൻകാല പണ്ഡിതന്മാരുടെയും അതുപോലെ സാദാത്യങ്ങളുടെയും ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള പ്രവർത്തനം വഴി കേരളത്തിൽ മുസ്ലിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാവുകയും മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക ഇസ്സത്ത് ഉണ്ടാവുകയും ചെയ്തു എന്നത് അവിതർക്കിതമായ കാര്യമാണ്. മുസ്ലിങ്ങളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനേക്കാൾ ഒരുപാട് ഇരട്ടി മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിലോ അതുപോലെ മഹാരാഷ്ട്രയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്. എണ്ണത്തിൽ, വണ്ണത്തിൽ, സമ്പത്തിൽ, എല്ലാ രീതിയിലും. പക്ഷേ അങ്ങനെയുള്ള ആ ഇന്ത്യ രാജ്യത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ തെരുവ് നായ്ക്കളെ തല്ലുന്നത് പോലെയും തെരുവ് നായ്ക്കളെ ഓടിക്കുന്നത് പോലെയും പേപ്പട്ടിയെ കല്ലെറിയുന്നത് പോലെയും എറിയപ്പെടുന്ന ഒരവസ്ഥ, ഏറിക്കൊള്ളുന്ന ഒരവസ്ഥ ഇന്നും ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുകയാണ്. എന്നാൽ അതിൽ നിന്നും എല്ലാം വിഭിന്നമായ ഒരു ചുറ്റുപാട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിന് കാരണക്കാർ ഈ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം, അതായത് റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം ഈ കേരളത്തിൽ വന്നു എന്നതും ആ ഇസ്ലാമിനെ ഇവിടെയുള്ള ആളുകൾ സ്വീകരിച്ചു എന്നതും ആ ഇസ്ലാമിനെ ഇവിടെയുള്ള ആളുകൾ വളർത്തി എന്നതും വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ കാഴ്ചപ്പാടിലൂടെ വളർന്നു വന്ന ഈ മുസ്ലിം സമുദായം ഒരുപാട് മതപരമായ രീതിയിൽ മുന്നേറി, ഭൗതികമായ രീതിയിൽ ഒരുപാട് പിന്നോട്ട് നിന്നപ്പോഴും മതപരമായ കാര്യങ്ങളിൽ പള്ളികളിലൂടെയുള്ള ദർസ്, പള്ളികളിലൂടെ മതപരമായ പഠനം കൊടുക്കുന്ന സമ്പ്രദായം, മദ്രസ സമ്പ്രദായം, ഇതെല്ലാം
ഉണ്ടാവുക വഴി സിസ്റ്റമാറ്റിക്കിലുള്ള ഒരു ജീവിതം, ഒരു മതാചാരാനുഷ്ഠാന കർമാദികളുടെ ഒരു സിസ്റ്റമാറ്റിക്കൽ ഇവിടെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, പൂർവികരായ ദീർഘദൃഷ്ടിയുള്ള നല്ല കാഴ്ചപ്പാടുള്ള പണ്ഡിത ലോകം, സാദാത്യങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു എന്നതാണ് വസ്തുത. ആ ശ്രമത്തിന്റെ ഫലമായി കൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഐക്യം പ്രത്യേകമായി രൂപാന്തരപ്പെട്ടു. യുപിയിൽ ഇല്ലാത്ത, ആന്ധ്രയിലില്ലാത്ത, ഗുജറാത്തിലില്ലാത്ത, കർണാടകയിലില്ലാത്ത, മഹാരാഷ്ട്രയിലില്ലാത്ത, മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇന്ത്യയിലില്ലാത്ത ഒരു ഐക്യം ഈ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഉണ്ടായി എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ സാദാത്യങ്ങളായ ഇവിടുത്തെ തങ്ങന്മാരും അതുപോലെ പൂർവികരായ പണ്ഡിതന്മാരും സന്ദർഭോചിതമായ പ്രവർത്തനം കാഴ്ചവെച്ചു. വഅ്തസിമൂ ബിഹബ്ലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആലിമീങ്ങൾ പ്രസംഗിച്ചു, അവർ പ്രവർത്തിച്ചു. മഹാനായ ഖായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെയും പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെയും സാദാത്യങ്ങളുടെയും ഒക്കെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സംഘടിക്കണമെന്ന് അന്നത്തെ പണ്ഡിത ലോകം ആഹ്വാനം ചെയ്തു. രാഷ്ട്രീയമായി സംഘടിക്കണമെന്ന് പറഞ്ഞു, മതപരമായി സംഘടിക്കണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ മുസ്ലിങ്ങൾ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും അംഗീകരിച്ചു. നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള മഹാനായ ബാഫക്കി തങ്ങളെയും മഹാനായ പാണക്കാട് PMS മുക്കോയ തങ്ങളെയും അവരുടെ മക്കളായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും ഹൈദരലി തങ്ങളെയും ഉമർ അലി ശിഹാബ് തങ്ങളെയും ഒക്കെ നാം നേതൃത്വത്തിൽ ഇരുത്തുകയും അവരെയൊക്കെ അംഗീകരിക്കുകയും അവരൊക്കെ പറയുന്നത് സ്വീകരിക്കാൻ നാം തയ്യാറാകുകയും ചെയ്തപ്പോൾ, അങ്ങനെ തയ്യാറാകണമെന്ന് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ നമ്മളോട്, നമ്മുടെ പൂർവികരോട് ഉപദേശിച്ചു. ആ ഉപദേശം അക്ഷരാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ സ്വീകരിച്ചു. മുസ്ലിങ്ങളോട് അന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിശ്ചയം നമസ്കാരവും വനുസ്കിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ വിധിക്കും അള്ളാഹുവിൻ്റെ ദീനിനും അനുയോജ്യമായതായിരിക്കണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുസ്ലിം സമുദായത്തിന് അള്ളാഹുവിൻ്റെ ദീനിൽ അനുവാദമില്ല. അതുപോലെ എന്തെങ്കിലും ഭക്ഷിക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം, എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ വിവാഹേതര ജീവിതം നടത്തണം, എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ അത് വിറ്റഴിക്കണം, എങ്ങനെ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കണം ഇത്യാദി വ്യവസായിക രംഗമാണെങ്കിലും കാർഷിക രംഗമാണെങ്കിലും വിദ്യാഭ്യാസ രംഗമാണെങ്കിലും എല്ലാം അടുക്കും ചിട്ടയോടുകൂടെയും അതിനെല്ലാത്തിനും ആധാരം പ്രമാണങ്ങളാണെന്നും അള്ളാഹുവിൻ്റെ ദീന് ഖുർആനും ഹദീസുമാണെന്ന് പണ്ഡിത ലോകം പറഞ്ഞു, സാദാത്യങ്ങൾ പറഞ്ഞു. അതിവിടുത്തെ പൂർവികർ അംഗീകരിച്ചു. ആ അംഗീകരിച്ചതിൻ്റെ ഫലമായി കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക്, കേരള മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു ചേരിയുണ്ടായി, ഒരു സംഘടിത ശക്തി ഉണ്ടായി. ആ സംഘടിത ശക്തിയിൽ ആലിമീങ്ങളും സാദാത്യങ്ങളും ഉമറാക്കളും ഒരുമിച്ച് നിന്നു. അപ്പോഴും അതിനെതിരെ ചിന്തിച്ച ഒരു വിഭാഗം ആളുകൾ ഇല്ലാതില്ല. അവരൊക്കെ മറ്റ് പല ചേരികളിലും മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചെങ്കിലും സാമുദായികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും പ്രബലമായ ഭൂരിപക്ഷം ആളുകളും ഒരു കൊടിക്കീഴിൽ ഒരു അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉലമാക്കന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് അവർ അണിനിരന്നു. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെ, മഹാനായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെ, ബാഫക്കി തങ്ങളെ പോലെ അങ്ങനെ ഇങ്ങോട്ട് വന്ന ആ നേതൃനിര എന്തു പറയുന്നു അതനുസരിച്ച് നിൽക്കാൻ നമ്മൾ തയ്യാറായി, നമ്മുടെ പൂർവികർ തയ്യാറായി. അങ്ങനെ തയ്യാറായപ്പോൾ നാം ആരായി മാറി? വിറക് വെട്ടികളും വെള്ളം കോരികളുമായി അധപ്പതിച്ചിരുന്ന ഒരു പറ്റം മുസ്ലിം സമുദായം ഇസ്സത്തിന്റെ സമുദായമായി മാറി, ഭരണാധികാരികളായി മാറി, ഭരണത്തിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരായി മാറി. ഇതിനെല്ലാം കാരണമുണ്ടായത് ആലിമീങ്ങൾ സംഘടിക്കാൻ പറഞ്ഞപ്പോൾ നാം സംഘടിച്ചത് കൊണ്ടാണ്. ആ പൂർവികരായ ആലിമീങ്ങൾ എന്തു പറഞ്ഞാണോ നമ്മളെ സംഘടിപ്പിച്ചത്, ആ ആലിമീങ്ങളുടെ പിൻഗാമികളായ ആലിമീങ്ങൾ ഇന്ന് പറയുന്നു ഏത് പ്രസ്ഥാനത്തിലും നമുക്ക് മുസ്ലിങ്ങൾക്ക് പ്രവർത്തിക്കാം,
രാഷ്ട്രീയത്തിൽ ഇന്ന പ്രവർത്തനം ഇന്ന രാഷ്ട്രീയ പാർട്ടി ആകണമെന്ന് ഇസ്ലാമിന് വ്യവസ്ഥയില്ല. ഏതും ആകാം, ഏത് കൃഷിയും ചെയ്യാം, എന്തും കഴിക്കാം. വ്യവസ്ഥ എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് കംപ്ലീറ്റ് കാറ്റിൽ പറത്തിക്കൊണ്ട് മുസ്ലിം എന്ന് പറയുന്ന ഒരു യൂണിറ്റി, മുസ്ലിമിനുള്ള ഒരു സ്വഭാവം, ആ സ്വഭാവം തന്നെ എടുക്കപ്പെട്ട് പോകണം എന്ന രീതിയിലേക്ക് ഇവിടുത്തെ ചില തങ്ങന്മാരും ചില മൊയ്ലിയന്മാരും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് മുസ്ലിം കൂട്ടായ്മയെ, മുസ്ലിം സംഘടിത ശക്തിയെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. മതപരമായി സംഘടിച്ചിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന ഫലമായി കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസപരമായി മതപരമായ വിദ്യാഭ്യാസം കരഗതമാക്കാൻ കഴിഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ പുഴുക്കുത്തു വീണു. അതിൽ ചിലർക്ക് ചില വിഷമങ്ങളുണ്ടായി. അവർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലി തകർന്ന് രണ്ടും രണ്ടായി പിരിഞ്ഞ് അതിന്റെ പേരിൽ പള്ളി പിടിക്കല്, മദ്രസ പിടിക്കല്, അടിയെ ബഹളം, കേസ്, കൂട്ടം, കുഴപ്പം ഒക്കെ കുറെ കാലം കഴിഞ്ഞു. ഇപ്പോഴെല്ലാവരും വളർന്നു, രണ്ടും വളർന്നു വന്തരിച്ചു കഴിഞ്ഞപ്പോഴോ ഒന്നിനെ തകർക്കാനുള്ള അന്നത്തെ ശ്രമം ഇന്നും അതേപോലെ തന്നെ തുടരുകയാണ്. അത് തകർക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഇവിടുത്തെ പണ്ഡിത സംഘടന തകരണം, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം തകരണം. ഇത് തകർക്കണമെങ്കിൽ ആരെ പിടിക്കണം, എന്തൊക്കെ പ്രവർത്തിക്കണം എന്ന് ഒരു ചാരപ്രവർത്തനം തന്നെ നടത്തിക്കൊണ്ട് ഇന്ന് പണ്ഡിത സംഘടനയെ തകർക്കാനും അതുപോലെ രാഷ്ട്രീയ കൂട്ടായ്മയെ തകർക്കാനും ഇന്ന് വളരെയധികം ശ്രമിച്ചുകൊണ്ട് ആ ശ്രമം ഫലം കണ്ടുകൊണ്ടിരിക്കുകയും ആണ്. ഖേദകരം എന്ന് പറയട്ടെ. നമ്മുടെ ഒരു കാലത്തെ സ്ഥിതി എന്താണെന്ന് അറിയുമോ? ഒരു ഓഫീസിലേക്ക് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കാക്കാക്ക് കയറി ചെല്ലാൻ പാടില്ല. കയറി ചെന്നാൽ ആ ഓഫീസിൽ ഇരിക്കുന്നവർ, ഉദ്യോഗസ്ഥന്മാർ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് എന്താ? ആ കാക്കാക്ക് എന്താ വേണ്ടേ? ചിലപ്പോൾ ആ കാക്ക തലയെ കെട്ടിയിട്ടുണ്ടെങ്കിൽ തലയെ കെട്ടുകാരാ ഇങ്ങോട്ട് വാ. ആ കാക്ക താടി വെച്ചില്ലേ താടിക്കാരാ ഇങ്ങോട്ട് വാ. താടിക്കാരൻ എന്താ വേണ്ടേ? തലയെ കെട്ടുകാരൻ എന്താ വേണ്ടേ? കാക്കാക്ക് എന്താ വേണ്ടേ? താത്താക്ക് എന്ത് വേണ്ടേ എന്നാണ് ഓഫീസിലെ സ്റ്റാഫുകളും ഉദ്യോഗസ്ഥന്മാരും നമ്മെ അഭിസംബോധന ചെയ്തിരുന്നത്. ഒരു കളക്ടർ ഓഫീസിൽ ഈ സമുദായത്തിൽപ്പെട്ടവന് ധൈര്യമായി കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കയറി ചെല്ലാനുള്ള അവകാശമില്ല, അതിനുള്ള അറിവുമില്ല. അതൊക്കെ ശേഖരിച്ച് അറിവ് നേടി സംഘടിത സ്വഭാവം വന്നു. ഭരണത്തിൽ പങ്കാളിയായി ഭരിക്കണത് ആര് ഭരിക്കണമെന്ന് കേരളത്തിൽ തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന രീതിയിലേക്ക് വരെ വളർന്നു കഴിഞ്ഞപ്പോൾ അത് തകർക്കാൻ പുറത്തു നിന്ന് മാണി കേരള കോൺഗ്രസോ അല്ലെങ്കിൽ ജോസ് കെ മാണി കേരള കോൺഗ്രസോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ മറ്റ് കോൺഗ്രസോ അല്ല ശ്രമിക്കുന്നത്. പിന്നെയോ ഇവിടുത്തെ മുസ്ലിയാർ തന്നെ, ഇവിടുത്തെ തങ്ങൾ തന്നെ. ഇവിടുത്തെ തങ്ങൾക്ക് ആ തങ്ങൾ നേതൃത്വത്തിലിരിക്കുന്നത് ഈ തങ്ങൾക്ക് പറ്റുന്നില്ല, ഈ തങ്ങൾ നേതൃത്വത്തിലിരിക്കുന്നത് ആ തങ്ങൾക്ക് പറ്റുന്നില്ല, ആ മൊയ്ലിയാർ നേതൃത്വത്തിലിരിക്കുന്നത് ഈ മൊയ്ലിയാർക്ക് പറ്റുന്നില്ല, ഈ മൊയ്ലിയാർ നേതൃത്വത്തിലിരിക്കുന്നത് മറ്റേ മൊയ്ലിയാർക്ക് പറ്റുന്നില്ല. ഇങ്ങനത്തെ തഅസ്സുബും കക്ഷിത്വവും അസൂയയും പരസ്പരം കാർന്നു തിന്ന് ക്യാൻസർ പോലെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളിൽ ഒരു വിഭാഗത്തെയും പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തെയും ക്യാൻസർ പോലെ അസൂയയും ഏഷണിയും കുശുമ്പും അഹംഭാവവും ധിക്കാരവും കിബറും കടന്നു കയറിയപ്പോൾ ഇവിടെ തകർന്ന് തരിപ്പണമാകുന്നത് എന്താണ്? പ്രാചീന പഴയ കാലത്ത് ഇവിടെ സംഘടിത ശക്തിയും പണ്ഡിത സംഘടനയും എല്ലാം തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. വിഷമം തോന്നുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. സോഷ്യൽ മീഡിയ എടുക്കാൻ നിവൃത്തിയില്ല. എടുത്താൽ ആര് 100ാം വാർഷികം ആഘോഷിക്കും? ആര് 100ാം വാർഷികം ആഘോഷിക്കും? ഞാനാണ് ഒറിജിനൽ ആരായി പറയുന്നത്? ആലിമീങ്ങൾ. ഈ ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞതെന്താ? ഒന്നും പറയാൻ പാടില്ല, പരസ്പരം അങ്ങനെയൊന്നും പറയരുത്, ഒരാളെ കുറ്റം പറയരുത്, ഒരാളെ ഒന്നും പാടില്ല, ഒക്കെ അപ്പുറം ഇപ്പുറം മലക്കെഴുതും എന്നൊക്കെ പറഞ്ഞ് ആലിമീങ്ങൾ ഇപ്പം മലക്കെഴുത്തുമില്ല. എഴുതണ മലക്കിന് ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ അവരവരുടെ സംഘടന വലുത്, സംഘടനയുടെ വലുപ്പം. മറ്റേ സംഘടന പൊളിക്കുക, ഈ സംഘടന വലുതാക്കുക, ഈ സംഘടന പൊളിക്കുക, മറ്റേ സംഘടന വലുതാക്കുക. ഈ സങ്കുചിത മനോഭാവത്തിലേക്ക് കടന്ന് കയറി പ്രവർത്തിച്ച് ചീത്തയായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പണ്ഡിത ലോകത്തിലെ ഒരു വിഭാഗവും സാദാത്യങ്ങളിൽ ഒരു വിഭാഗവുമാണ് എന്ന് ഖേദത്തോടുകൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
അള്ളാഹു തആല ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്താതെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.